ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് നമ്മൾ ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം നമുക്കൊന്ന് മേക്കപ്പിനെ കുറിച്ച് നമുക്ക് അറിയണം എന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ശരിക്കും സാധാരണ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കാനുണ്ട്, എന്താണ് HD മേക്കപ്പ്, എന്താണ് എയർ ബ്രഷ് മേക്കപ്പ് എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷ ഒരുപാട്, ഇപ്പോൾ കല്യാണമുള്ള ഒത്തിരി കുട്ടികൾക്ക് അത് അറിയാനുള്ള ആകാംക്ഷ വളരെയേറെയാണ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ആക്കി തരാം, അത് എന്താണ് ഏതാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഈക്വലി ഗുഡാണ്. എയർ ബ്രഷ് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിലിക്കോൺ ബേസ് ചെയ്തുള്ള ഒരു പ്രത്യേകതരം ഒരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചാണ് നമ്മളത് ഈ ഒരു ഗണ്ണിൽ കൂടെയാണ് അത് സ്പ്രേ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അതൊരു തിൻ ലെയറായിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റേ 12 മണിക്കൂർ നമുക്ക് അത് നിൽക്കാനും ഒക്കെ ആ മേക്കപ്പ് നല്ലതാണ്. പിന്നെ ഒരു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള, കാരണം എന്ന് വെച്ചാൽ എളുപ്പം നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റേതാണെങ്കിൽ നമ്മൾ 2-3 ലെയറൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് വേണം ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഇതിന് എയർ ബ്രഷ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അത് സ്റ്റേ ചെയ്യാനും നല്ലതാണ്. നമുക്ക് ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ അത് കൂടുതലായിട്ട് ഓയിലി സ്കിന്നിനാണ് നല്ലത്. കാരണം ഓയിലി സ്കിന്നിന് മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേസമയം നോർമൽ ടു ഡ്രൈ സ്കിന്നാണെങ്കിൽ ഒരു ഫ്ലേക്കി എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിൽ പറയാനുള്ളത്, ചിലവർക്ക് ഇപ്പം ഒരുപാട് നമ്മൾ ലൈറ്റ് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ, ഇപ്പം നല്ല കുഴിഞ്ഞ കണ്ണുള്ളവർക്കാണെങ്കിൽ അതിനെ കവറപ്പ് ചെയ്യാൻ നമുക്കൊരു വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇത് മോശം എന്നല്ല, എയർ ബ്രഷ് നല്ലത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഞാൻ പറയുന്നത്. അതേസമയം HD മേക്കപ്പ് ആണെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വളരെ ജോലിയുണ്ട്. നമുക്ക് HD മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ജോലി ഉള്ള കാര്യം തന്നെയാണ്. അത് നമ്മൾ ഓരോ ലെയർ, അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാം. അപ്പം എല്ലാ സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യുന്നത് മാത്രമല്ല, ഇതും നമുക്ക് ഒരു ദിവസം മൊത്തം സ്റ്റേ ചെയ്യാനും അത് ശരിക്കും സ്വെറ്റ് ചെയ്യുന്നതനുസരിച്ച് ബ്രൈറ്റ് ആകാനും സാധിക്കും. ഒന്നിനൊരു കുഴപ്പമുണ്ടെങ്കിൽ ഇതിന് വേറെ കുഴപ്പം എന്നല്ല പറയുന്നത്, രണ്ടും ഈക്വലി ഗുഡാണ്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വ്യത്യാസമുണ്ട്. ഇതെന്ന് പറയുന്ന എല്ലാ ടൈപ്പ് സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് പിമ്പിൾസ് കൂടുതലുള്ളവർക്കാണ്. മറ്റേതാണെങ്കിൽ ഒരു ലെയർ നമ്മൾ എയർ ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലെയറിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ 2-3 ലെയർ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ നമുക്ക് രണ്ടിലും കിട്ടുന്നുണ്ട്, HD മേക്കപ്പിലും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ബ്രൈഡിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു HD മേക്കപ്പ് തന്നെയായിരിക്കും നല്ലത്. മറ്റേത് മോശം എന്നല്ല. അത് നാച്ചുറൽ ലുക്ക് വളരെ ലൈറ്റായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, ഒരു നാച്ചുറൽ ലുക്ക് ചെയ്യുന്നവർക്ക് എയർ ബ്രഷും ഉപയോഗിക്കാം. ഈ മേക്കപ്പ് ചെയ്യുമ്പം കാരണം ശരിക്കും നമ്മൾ നല്ല അറിവോടുകൂടി നമ്മളത് ചെയ്തില്ലേ. ഇപ്പോൾ എയർ ബ്രഷ് ആണെങ്കിൽ തന്നെ അതൊരു പ്രത്യേകതരം ഫൗണ്ടേഷൻ ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഇടാൻ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കണം അത് ഉപയോഗിക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സ്ഥലത്ത് കുറച്ച് കൂടുതൽ തോന്നിക്കാം. അതിപ്പോൾ HD മേക്കപ്പ് ആയാലും നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നവർക്കായാലും ആ ഫൗണ്ടേഷൻ അല്ല, ആ 3 ലെയർ HDയുടെ മേക്കപ്പ് ഇത് ഉപയോഗിക്കുന്നവർക്കും അതൊരു പ്രശ്നമാണ്. അപ്പം നമ്മളത് ഇടാൻ പ്രാക്ടീസ് നന്നായിട്ട് ഉള്ളവരായിരിക്കണം. കാരണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് തോന്നാം. പിന്നെ ഇപ്പം നമ്മുടെ മേക്കപ്പിലുള്ള വേറെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിനെ എല്ലാം ഷാർപ്പാക്കി വെക്കുക, ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാലും നമ്മുടെ കോണ്ടോർ മേക്കപ്പ് ഇതൊക്കെ ഇതിനകത്ത് പെടുന്നതാണ്. അതൊന്നും ഈ മേക്കപ്പ് തമ്മിലുള്ള വ്യത്യാസത്തിലില്ല. അത് നമ്മളൊരു ബേസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ ഷാഡോ ഒക്കെ നമ്മൾ അതനുസരിച്ച്, ഇപ്പോഴത്തെ ലുക്കുകൾ പലതാണ്. അപ്പം ആ ലുക്കിലാണ് ഒരു കുട്ടിയെ കണ്ടാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കണ്ണിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ കവിളുകളായാലും ഇപ്പം നല്ല തടിച്ച കവിളുകളുണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് വേണം നമ്മൾ എങ്ങനെ അതിനെ കുറയ്ക്കാൻ. ഇപ്പം നല്ല കവിളല്ല, നല്ല ചീക്സ് ഉള്ള കുട്ടികൾക്ക് അത് കുറയ്ക്കാനുള്ള
രീതിയിൽ വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ നമ്മൾ ഏതൊരു ബ്യൂട്ടീഷ്യൻ ആയാലും നമ്മളത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യത്യാസവും ഈ പറയുന്ന മാത്രമേ ഉള്ളൂ, രണ്ടും ഈക്വലി ഗുഡാണ്. അപ്പം ഇതിൻ്റെ സംശയം ഒരു മേക്കപ്പിനെ കുറിച്ച് എച്ച് ഡിയും എയർ ബ്രഷും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി വലിയ കൺഫ്യൂഷൻ ഒന്നും വരുത്തേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ചെല്ലുന്ന ഒരു ബ്യൂട്ടീഷ്യനുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. രണ്ടും നല്ലത് തന്നെയാണ്.